അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരറിവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നവരാണ്. എന്നാൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നമസ്കാരത്തിലുള്ള ചില വ്യത്യാസങ്ങൾ പലർക്കും അറിഞ്ഞുകൂടാ എന്നതാണ് വസ്തുത. നമസ്കാരത്തിന്റെ ഫർളുകളായാലും ഷർത്തുകളായാലും സുന്നത്തുകളായാലും അതെല്ലാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ബാധകമാണ്. അവിടെ എങ്ങും യാതൊരു വ്യത്യാസവുമില്ല. ഓതുന്നതിലും യാതൊരു വിധമായ വ്യത്യാസവുമില്ല. രണ്ടു കൂട്ടർക്കും ഒന്ന് തന്നെയാണ് ഓതേണ്ടത്. എന്നാൽ നമസ്കാരത്തിന്റെ ചില പ്രവർത്തികളിൽ പുരുഷന്മാരുടെ നമസ്കാരവും സ്ത്രീകളുടെ നമസ്കാരവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ വളരെ പ്രധാനപ്പെട്ട 4 വ്യത്യാസങ്ങളാണ് പറയുന്നത്. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ചില പുരുഷന്മാരുടെ നമസ്കാരത്തിലും അങ്ങനെ ചില വീഴ്ചകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ചില സ്ത്രീകളുടെ നമസ്കാരത്തിലും വീഴ്ചകൾ വരാറുണ്ട്. എന്താണ് നമ്മുടെ നമസ്കാരത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നമസ്കാരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട 4 വ്യത്യാസങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, റുക്കൂഅ് ചെയ്യുകയാണ്. റുക്കൂഅ് ചെയ്യുമ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം കൈയുടെ 2 മുട്ടുകൾ, ഈ കൈമുട്ടുകൾ 2 പാർശ്വങ്ങളിൽ നിന്നും അകറ്റി വെക്കണം. കൈമുട്ടുകൾ പാർശ്വങ്ങളിൽ നിന്നും അകറ്റി വെക്കുകയാണ് വേണ്ടത്. എന്നാൽ സ്ത്രീ റുക്കൂഅ് ചെയ്യുമ്പോൾ ആ 2 കൈമുട്ടുകൾ പാർശ്വങ്ങളിലേക്ക് ചേർത്ത് വെക്കുകയാണ് വേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. പല പുരുഷന്മാരും നമസ്കരിക്കുമ്പോൾ അവരുടെ കൈമുട്ടുകൾ ഇങ്ങനെ 2 പാർശ്വങ്ങളിലേക്ക് ചേർത്ത് വെക്കുന്നത് കാണാം. അത് തെറ്റാണ്. സ്ത്രീകൾ അകറ്റി വെക്കുന്നത് കാണാം. അതും തെറ്റാണ്. പുരുഷന്മാർ 2 പാർശ്വങ്ങളിൽ നിന്നും അകറ്റി വെക്കുകയും സ്ത്രീകൾ ചേർത്ത് വെക്കുകയും ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയുള്ളത് സുജൂദാണ്. സുജൂദ് ചെയ്യുമ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ വയറിൽ നിന്നും തുടയെ അകറ്റി വെക്കണം. അതായത് വയറും തുടയും തമ്മിൽ ചേർന്നിരിക്കാൻ പാടില്ല എന്നതാണ്. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സുജൂദിലേക്ക് പോകുമ്പോൾ, സുജൂദിൽ കിടക്കുമ്പോൾ സ്ത്രീയുടെ വയറും തുടയും ചേർന്നിരിക്കണം. അതാണ് നിയമം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മുടെ നമസ്കാരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്നത് നമ്മൾ വളരെ മനസ്സിലാക്കണം. ഇമാമും ജമാഅത്തുമായിട്ട് നമസ്കരിക്കുന്നു. ഇമാമും ജമാഅത്തുമായിട്ട് നമസ്കരിക്കുമ്പോൾ ഇമാമിന് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പുരുഷനാണെങ്കിൽ മഅ്മൂമ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് ഇമാമിനെ ഉണർത്തി കൊടുക്കണം. എന്നാൽ സ്ത്രീകളാണെങ്കിൽ അവിടെ സുബ്ഹാനല്ലാഹ് അല്ല പറയേണ്ടത്. അവിടെ ഇമാമിനെ ഉണർത്തേണ്ടത് വലത് കൈ കൊണ്ട് ഇടത് കൈയുടെ മുതുകിൽ ഒന്ന് അടിക്കണം. അടിച്ച് ചെറിയൊരു ശബ്ദമുണ്ടാക്കിയാണ് ഇമാമിനെ ഉണർത്തേണ്ടത്. അത് മൂന്നാമത്തെ വ്യത്യാസമാണ്. നാലാമതൊരു വ്യത്യാസം, ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളുണ്ട്, നമുക്കറിയാം. അതായത് മഗ്രിബ് നിസ്കാരത്തിന്റെ ആദ്യത്തെ 2 റക്അത്തുകൾ ഉറക്കെ ഓതണം. ഇശാഇന്റെയും ആദ്യത്തെ 2 റക്അത്തുകൾ ഉറക്കെ ഓതണം. സുബഹിയുടെ നിസ്കാരം ഉറക്കെ ഓതുന്ന നിസ്കാരമാണ്. അതുപോലെ തന്നെയാണ് തറാവീഹ് നമസ്കാരം, പെരുന്നാൾ നിസ്കാരം പോലെയുള്ള നിസ്കാരങ്ങളൊക്കെ ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളാണ്. ഈ ഉറക്കെ ഓതുന്ന നിസ്കാരത്തിൽ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ഉറക്കെ ഓതണം. ഇമാം ജമാഅത്തോടെ നിസ്കരിക്കുമ്പോൾ ഇമാം ഉറക്കെ ഓതണം. ഇതാണല്ലോ നിയമം എന്ന് പറയുന്നത്. എന്നാൽ പുരുഷൻ ഈ ഉറക്കെ ഓതുന്ന നിസ്കാരത്തിൽ ഉറക്കെ തന്നെ ഓതണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അന്യ പുരുഷന്മാർ ആ ഓതൽ കേൾക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഉറക്കെ ഓതുന്ന നിസ്കാരത്തിലും സ്ത്രീകൾ പതുക്കെ ഓതിയാൽ മതിയാകും. അവിടെ ഉറക്കെ ഓതേണ്ട ആവശ്യമില്ല. ഈ 4 വളരെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നമസ്കാരത്തിൽ ഉണ്ടായിത്തീരേണ്ടത്. പിന്നെ മറ്റു വളരെ പ്രധാനപ്പെട്ട വ്യത്യാസം നമുക്കറിയാം. ഔറത്തിന്റെ വിഷയമാണ്, എല്ലാവർക്കും അറിയാം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലങ്ങൾ മറച്ചാൽ തന്നെ നിസ്കാരം ശരിയാകും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സ്ഥലങ്ങളും മറഞ്ഞിരിക്കണം. തലയിൽ നിന്നൊരു മുടി പോലും പുറത്ത് കാണാൻ പാടില്ല. അതുപോലെ സ്ത്രീകളുടെ നമസ്കാരത്തിൽ വരുന്ന വലിയ ഒരു പിഴവാണ് സുജൂദിലേക്ക് പോകുമ്പോൾ 2 കാൽപാദങ്ങൾ വെളിവായി തീരുന്ന അവസ്ഥ. അത് നമ്മൾ ഒഴിവാക്കണം. ഒന്നുകിൽ സോക്സ് ഇട്ടുകൊണ്ട് നമസ്കരിക്കണം, അല്ലെങ്കിൽ സുജൂദിലേക്ക് പോകുമ്പോൾ ആ കാൽപാദം പോലും മറയുന്ന രീതിയിൽ ഇറക്കമുള്ള നിസ്കാരക്കുപ്പായമായിരിക്കണം. കാൽപാദങ്ങൾ വെളിവായി കഴിഞ്ഞാൽ നമസ്കാരം ശരിയാവുകയില്ല. ഈ ഭാഗങ്ങളിലൊക്കെയും വളരെ സൂക്ഷ്മത നമ്മൾ പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി സൂക്ഷ്മതയും തഖ്വയും ഇഖ്ലാസോടും കൂടി
നമ്മുടെ നമസ്കാരങ്ങൾ മരണം വരെ നിർവഹിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. പരസഹായമില്ലാതെ മരണം വരെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും കടങ്ങളും ഒക്കെ അള്ളാഹു പൂർണ്ണമായി മാറ്റിത്തന്ന് സലാമത്തിലാക്കി നമ്മുടെയൊക്കെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ അറിവ് നിങ്ങൾ പകർന്നു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആവസിയ്യത്തുകളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യുക. വീണ്ടും വളരെ വളരെ വിലപ്പെട്ട അറിവുമായിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് കണ്ടുമുട്ടാം. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.